കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം മെയിൻ കമ്മിറ്റി കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടുകൂടി തെയ്യം കലാകാരന്മാർക്കും ക്ഷേത്രങ്ങളിലും കാവുകളിലും തറവാടുകളിലും കവുങ്ങിൻ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കവുങ്ങ് തൈകൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ലക്ഷ്യത്തോടുകൂടി തെയ്യത്തിനൊപ്പം കേരള സർവകലാശാല എന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. മംഗളയുടെ പാള അല്ലെങ്കിൽ മോഹിത് നഗറിൻ്റെ പാള പെട്ടെന്ന് പൊട്ടുന്നതാണ്. ഈ മാസ്ക് അല്ലെങ്കിൽ വലിയ പാളകൾ കൊണ്ട് നമ്മൾ ചട്ടം ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടുകയാണ്. മാത്രമല്ല വലിപ്പവും ഇല്ല. അപ്പോൾ സർവകലാശാലയ്ക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തം ഉണ്ട്. സർവകലാശാല എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാടൻ ഇനങ്ങൾ ഇതിനനുയോജ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും ഇത് കലാരൂപങ്ങളുടെ നിലനിൽപ്പിന് പോലും അത്യാവശ്യമായിട്ടിരിക്കുന്ന ഈ കമുകിനങ്ങൾ നമ്മൾ ഈ പറയുന്ന അനുഷ്ഠാന കലകൾ നടത്തി വരുന്ന കരകളിൽ നാടൻ വെറൈറ്റി തൈകൾ കൊടുത്തു. കാർഷിക സർവകലാശാല നമ്മുടെ കരുവള്ളൂർ പേർളം പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറായത് തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. വലിയൊരു പ്രോജക്റ്റാണ്. അത്രയധികം പ്രാധാന്യവും വാർത്താ പ്രാധാന്യവും എല്ലാം കിട്ടേണ്ടുന്ന, കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാവും ഒരു കാർഷിക സർവകലാശാല, ഒരു കാവ്, അതിന് ചുറ്റിലുള്ള മനുഷ്യർ വീണ്ടും ആ പഴയ കാലത്തെയും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ഒരു കമുകിൻ തൈയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പച്ചയെ, അതിൻ്റെ പ്രകൃതിയെ, അതിൻ്റെ എല്ലാ വിസ്തൃത വിസ്താരങ്ങളെയും നമുക്ക് തിരിച്ചു പിടിക്കാനും അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർമ്മിക്കാനെങ്കിലും പറ്റുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് കൊണ്ടുപോയി നേരെ ഒരു ചെറിയൊരു കുഴിയെടുത്ത് നടുന്നതിന് പകരം അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള നടിയിൽ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടേ നിങ്ങൾ നടാൻ പാടുള്ളൂ. അമ്പലമായാലും കൃഷിയായാലും സംസ്കാരമായാലും സമൂഹത്തിൻ്റെ ഏത് പ്രവർത്തനവും ഒരു തരത്തിലും വേറിട്ട് നിൽക്കുന്നില്ല. വേറിട്ട് നിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കാർഷിക മേഖലയിൽ ക്ഷേത്രത്തിനാവശ്യമായിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ശ്രമം, അതിന് കേരള കാർഷിക സർവകലാശാല നൽകുന്ന പിന്തുണ, ഇതെല്ലാം ചേരുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.